ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിതിൻസ് വ്ലോഗ്സ്. കുറച്ച് നാളായി കണ്ടിട്ട്. ഇച്ചിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുമായിരുന്നു വരാൻ വൈകിയത്. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു 18 വർഷം മുമ്പ് ഇറങ്ങി ഹിറ്റ് അടിച്ചൊരു സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. മറ്റൊന്നുമല്ല, ഛോട്ടാ മുംബൈ തന്നെ. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ മണിയമ്പിള്ള രാജു പ്രൊഡ്യൂസർ, നമ്മുടെ അൻവർ റഷീദാണ് ഇതിൻ്റെ ഡയറക്ടർ. അവർക്ക് രണ്ടുപേർക്കും ഒരു ബിഗ് താങ്ക്സ്. കാര്യം ഇത്രയും നല്ലൊരു മികച്ച രീതിയിൽ ഒരു ആക്ഷനും അതിൻ്റെ കൂട്ടത്തിൽ കോമഡിയും മിക്സ് ചെയ്ത് നിങ്ങളൊരു പടം ഇറക്കിയല്ലോ, അത് വർക്കൗട്ട് ആകുകയും ചെയ്തു. അതിനാണ് നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നത്. 18 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു പടത്തിൻ്റെ റിലീസിന് ഇത്രയും ആളുകളുടെ സ്വീകാര്യത കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ മനസ്സിൽ ആ പടം അത്രയേറെ കയറിയോണ്ടാണ് ഇത്രയും സ്വീകാര്യത ലഭിച്ചത്. ഈ പടത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ടീം വർക്ക് പോലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മെയിനായിട്ട് രണ്ടുപേരാണ്, മോഹൻലാൽ ആൻഡ് കലാഭവൻ മണി. മെയിൻ രണ്ടുപേരാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പില്ലർ ആയിട്ട് ഈ പടത്തിന് നിൽക്കുന്നത്. അതായത് മോഹൻലാലിൻ്റെ അഴിഞ്ഞാട്ടം ഒന്നും പറയാനില്ല. ലാലേട്ടൻ്റെ ആ എനർജി, അതായത് ആ സെബാട്ടി അടിക്കാൻ പോകുന്ന സീൻ തൊട്ട് അങ്ങോട്ട് തുടങ്ങുകയാണ്. തന്മാത്രയോ നരസിംഹോ ആറാം തമ്പുരാനൊക്കെ അഭിനയിച്ച വ്യക്തിയാണ് ഇത് അഭിനയിക്കാൻ നമുക്ക് തോന്നത്തില്ല. ഒരു 25 വയസ്സുകാരൻ്റെ ചെറുപ്പത്തിൽ ഒരു ഊർജ്ജസ്വലതയാണ് അദ്ദേഹം ഈ സീനുകളെല്ലാം അഭിനയിച്ചേക്കുന്നത്. ചാടി മറിഞ്ഞുള്ള അടിയും ഡയലോഗും നടത്തവും ഫുൾ മിക്കവാറും ഉള്ള സീനുകളിലെല്ലാം വെള്ളം അടിച്ചിട്ടുള്ള അഭിനയത്തിലാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒട്ടും ഓവറാക്കാത്ത രീതിയിൽ നല്ല രീതിയിലാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ മണിക്കുട്ടനായാലും സിദ്ദിഖൊക്കെ ആ സമയത്ത് ഇച്ചിരി പ്രായമായിട്ടുള്ള ആളാണ്, പക്ഷേ ഒരു ചെറുപ്പക്കാരൻ്റെ ചുരുക്കോടെ പുള്ളി ഇതെല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അഭിനയിച്ച ആളുകളെല്ലാം അവരുടെ ടോപ്പ് പെർഫോമൻസ് ആണ് ഇതിനകത്ത് കാഴ്ചവെച്ചേക്കുന്നത്. മണിക്കുട്ടൻ, ഭാവന, കൊച്ചിങ്കനീഫ, ജഗദീഷ് ശ്രീകുമാർ, ഷക്കീല വരെ വന്നിട്ട് നല്ല രീതിയിൽ അഭിനയിച്ചിട്ട് പോയിട്ടുണ്ട്. ജഗദീഷ് ശ്രീകുമാറിന്റെ കോമഡിയും കാര്യങ്ങളും, കൊച്ചിങ്കനീഫ മരിക്കുന്നതിന് 2010 പുള്ളിക്കാരൻ മരിച്ചായിരുന്നു. അപ്പോൾ 2007 അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. പുള്ളിക്കാരന് ചെറിയ റോളേ ഉള്ളെങ്കിലും പുള്ളി നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ മൺമറഞ്ഞു പോയ ഒരുപാട് നടന്മാരെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. കലാഭവൻ മണി നടേശനായിട്ട് പ്രസന്റ് ചെയ്തേക്കുന്ന, അൻവർ റഷീദ് ഇതിൻ്റെ അകത്ത് പ്രസന്റ് ചെയ്തേക്കുന്ന ഒരു കൊടൂര വില്ലനായിട്ടാണ്. മഴ ഇങ്ങനെ പെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കുട ചൂടി ഇങ്ങനെ നമ്മുടെ സന്തോഷ് ജോഗി, അദ്ദേഹവും മരിച്ചാണ്. അദ്ദേഹവും ഈ സിനിമയ്ക്കകത്തുണ്ട്. കലാഭവൻ കൈയാളായിട്ട് പുള്ളിയാണ് കൂടെ നടക്കുന്നത്. സന്തോഷ് ജോഗി കുട പിടിച്ച് കലാഭവൻ ഇങ്ങനെ മഴയത്തൂടി ഇങ്ങനെ ഇറക്കിക്കൊണ്ട് വരുന്ന ഒരു സീനാണ് ആദ്യം നടേശനെ ഇൻട്രൊഡക്ഷനായിട്ട് കാണിച്ചിരിക്കുന്നത്. മികച്ച ഒരു സീനായിരുന്നു. ആ ഒരു വില്ലനെ കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണ് തോന്നട്ടെ, അതേ രീതിയിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. കറുത്ത ഷർട്ടൊക്കെ ഇട്ട മഴ നനഞ്ഞിങ്ങി വരുന്ന ആ സീൻ, ഗംഭീരം. പിന്നെ തിയേറ്റർ റെസ്പോൺസ് ഒക്കെ നിങ്ങൾ ഇൻസ്റ്റാ വഴി കണ്ടു കാണുമല്ലോ. സ്ക്രീനിന്റെ ഫ്രണ്ടിൽ തുള്ളുന്നു, സൈഡിൽ തുള്ളുന്നു, അപ്പുറത്ത് തുള്ളുന്നു, ഫ്ലാഷ് ഓണാക്കി ഡാൻസ് കളിക്കുന്നു, എന്തെല്ലാം പരിപാടികളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഓരോ സീനും ഓരോ പാട്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിതടകൾ, ആ പാട്ടും ലാസ്റ്റത്തെ വാസ്കോഡഗാമ സോങ്ങിനൊക്കെ തിയേറ്റർ ഡാൻസ് ആയിരുന്നു. അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കണ്ട് 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 ഒരു കൾട്ട് ഫിലിമായി മാറിയേക്കുവാണ് ഈ ഛോട്ടാ മുംബൈ എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ഓരോ സീനും ഒട്ടുമിക്ക ആളുകൾക്കും കാണാപ്പാടവുമാണ്. അതാണ് ആ തിയേറ്ററിൽ ഇത്രയും ആഘോഷം നടന്നിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് റിലീസിന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ഇത് ചിലപ്പം ആസ്വദിച്ചൊന്നും വരത്തില്ല. ആസ്വദിക്കും എന്ന് അല്ല, ആസ്വദിക്കാതിരിക്കുമെന്നല്ല, ഇത് നമ്മൾ ഇത്രയും കണ്ട് 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 കൾട്ട് ഫിലിം ആയതുകൊണ്ട് നമുക്കത് ഒന്നുകൂടെ തിയേറ്ററിൽ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു അഡ്രിനാലിൻ റഷും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വിനായകൻ കലാഭവന്റെ അനിയനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇവർ രണ്ടും കട്ടയ്ക്ക് നിൽക്കുന്ന വില്ലന്മാരായിട്ടാണ് ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്നത്. നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ റിവ്യൂ ആയിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പടം ഒരു ടീം വർക്കാന്ന് പറയുമ്പോഴും നമ്മൾ പറയേണ്ട ഒരാളാണ് ലാലേട്ടൻ്റെ അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരനാണെന്ന് നമുക്ക് തോന്നത്തില്ല. അതുപോലെ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും സ്റ്റണ്ട് സീനാണെങ്കിലും ഡാൻസ് ആണെങ്കിലും ആ ഒരു വൈബ് പിടിച്ചാണ് പുള്ളിക്കാരൻ അത് ചെയ്തിരിക്കുന്നത്. പിന്നെ കലാഭവൻ മണി വില്ലനിസത്തിൻ്റെ എക്സ്ട്രീം ലെവൽ, അതാണ് കലാഭവൻ മണി ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. എന്തുവാണെങ്കിലും ഇതുപോലത്തെ പടങ്ങളൊക്കെ കാണുമ്പോഴാണ് പണ്ട് എന്ത് വൃത്തിയായിട്ടാണ് ഓരോ പടങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇതുപോലത്തെ ഒരു കോമഡി ആക്ഷൻ ത്രില്ലർ ചെയ്യാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഇപ്പം എൻ്റെ അറിവിൽ കുറേ നാളായിട്ട് കോമഡി ആക്ഷനോ ഇതുപോലത്തെ ജേണറിൽ വരുന്ന സിനിമകളൊന്നും ഇറങ്ങുന്നില്ല. അഥവാ ഇറങ്ങിയാൽ തന്നെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റിയ ആൾക്കാരും ഇല്ല. ജഗദീഷ് ശ്രീകുമാർ ഇല്ല, കൊച്ചിൻ കനീഫ ഇല്ല, അങ്ങനെ ഒരുപാട് ആളുകൾ മിസ്സാവുന്നുണ്ട്. പിന്നെ 18 വർഷം മുമ്പ് ഇറങ്ങിയ പടമായതുകൊണ്ട് തന്നെ എല്ലാവരും ചെറുപ്പമാണ്. അവർ ചെറുപ്പമായതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ ആസ്വദിച്ച് എൻജോയ് ചെയ്തിട്ടുണ്ട്. മണിക്കുട്ടനൊക്കെ ഒരു കൊച്ചു പയ്യനാണ്.
മണിക്കുട്ടനെ ബുള്ളറ്റ് മോഹൻലാൽ കൊണ്ടുവരുന്ന സീനുണ്ട്. ഇങ്ങനെ ഒരു കൊച്ചു കുഞ്ഞിനെ എടുത്ത് ഫ്രണ്ട് ഇട്ടേക്കുന്ന പോലെ മണിക്കുട്ടനെ അടി കിട്ടിയ ചോദ്യം ചെയ്യാൻ വേണ്ടി വരുന്ന വരവാണ്. അതൊക്കെ അതിനകത്ത് ഒരു മികച്ച സീനാണ്. പിന്നെ ഇൻട്രൊഡക്ഷൻ സ്റ്റേഷനിൽ വെച്ച് നിങ്ങളുടെ തല എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇവിടെ തന്നെ ഉണ്ട് സാർ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്ന സീനൊക്കെ അതിനൊക്കെ തിയേറ്ററിൽ ഭയങ്കര കരഘോഷമായിരുന്നു. എന്തുവാണെങ്കിലും ഇതുപോലുള്ള ചില പടങ്ങൾ ഇറങ്ങിയാലേ നമുക്ക് മലയാളികൾക്ക് ഒരു അഡ്രിനാലിൻ റഷും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മളൊരു റൊമാൻറ്റിക് ഫിലിം കണ്ടാലോ ഒരു ക്രൈം ത്രില്ലർ കണ്ടാലോ ഒന്നും നമുക്ക് ഈ ഒരു ഇത് കിട്ടത്തില്ല. അതിന് മാസ് മസാല ആക്ഷൻ കോമഡി ത്രില്ലർ തന്നെ വരണം. പടത്തിന്റെ തുടക്കത്തിൽ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. റിങ്ങി വെച്ച് സെബാട്ടി എന്ന് പറഞ്ഞ ഒരുത്തനെ അടിച്ച് നിരത്തുന്ന ഒരു സീനാണ് തുടക്കത്തിൽ തന്നെ. അതിൻ്റെ അകത്ത് നമ്മുടെ ലാലേട്ടന്റെ മെയ്വഴക്കം അത് നമ്മൾ ഒരു എന്തുവാ സിനിമ കണ്ട ഇത് ഈ പൊക്കി പറയുന്നതല്ല, എന്തോ മെയ്വഴക്കവും കാര്യം ആ റിങ്ങിൻ്റെ അകത്ത് കിടന്ന് കറങ്ങി ഒരു റെസ്ലിംഗുകാരൻ്റെ അടി പോലെ തന്നെയുള്ള അടിയും കാര്യങ്ങളും ആ ഒരു എനർജിയും ഒക്കെ. പക്ഷെ ഇപ്പോഴത്തെ ആ പടത്തിലാണ് നമ്മൾ ആ പഴയ ലാലേട്ടനെ മിസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ പടങ്ങളിൽ അങ്ങനെ തന്മയത്വമായിട്ട് അഭിനയിക്കുന്ന ലാലേട്ടനെയാണ് നമ്മൾ മിസ് ചെയ്യുന്നത്. അത് പഴയ സിനിമകൾ ഇതുപോലെ ഇറങ്ങുന്നത് നമ്മൾ പോയി കണ്ടു കഴിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. നമ്മളിപ്പോൾ തുടരും സിനിമയാണെങ്കിൽ പോലും ലാലേട്ടൻ്റെ പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അത് ജോർജ് സാറിൻ്റെ സിനിമയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഈ സിനിമ കണ്ടത് നമ്മുടെ ചങ്ങനാശ്ശേരിയുള്ള അനു അഭിനയ, അഭിനയിലാണ് ഈ സിനിമ കണ്ടത്. 4K ആണ്, 7.1 സൗണ്ട് സിസ്റ്റം ഒക്കെയാണ്. കുഴപ്പമില്ലാത്ത ലോബിയും കാര്യങ്ങളും കുഴപ്പമില്ലാത്ത സീറ്റും കാര്യങ്ങളും, സീറ്റ് അറേഞ്ച്മെൻറ്റ് കൊള്ളാം. താഴെ നിങ്ങൾ ലോ ലെവലിൽ നിന്ന് മുകളിലോട്ട് പോവുകയാണ്. നല്ല സോഫ പോലത്തെ നല്ല സീറ്റാണ്. സ്ക്രീനും കുഴപ്പമില്ലാത്ത അത്യാവശ്യം വലിയ സ്ക്രീൻ തന്നെയാണ്. 4K ആണ്, 7.1 സിസ്റ്റമാണ്. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്, അതുകൊണ്ട് തന്നെ ബാൽക്കണിയിലാണ് ഇരുന്നത്. കാര്യം ബാൽക്കണി ഇരിക്കുകയാണ് നമുക്ക് സമാധാനമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രീനിന് ഫേസ് ടു ഫേസ് ആയിട്ട് ഇത് കാണാം. സെൻട്രൽ സീറ്റാണ് എടുത്തിരുന്നത്. അൻവർ റഷീദ് എന്തോ ഇപ്പോൾ ഈ ജോണറിലുള്ള സിനിമകളൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. അപ്പം റീ റിലീസിന് സഹായിച്ച മണിയമ്പിള്ള രാജുവിനും ഇത് സംവിധാനം ചെയ്ത അൻവർ റഷീദിനും പിന്നെ ഇതിൻ്റെ അകത്തെ പാട്ടുകളൊക്കെ സംവിധാനം ചെയ്ത ആളുകൾക്കും പാടിയവർക്കും എല്ലാവർക്കും എൻ്റെ ബിഗ് സല്യൂട്ട്. ഇനിയും നല്ല വർക്കുകൾ അത് പഴയതായാലും പുതിയതായാലും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി അല്ലെങ്കിൽ ഒരു പുതിയ റീ റിലീസ് പടത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.